ഹായ് ഹലോ, എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദിവസത്തിലെ ചില ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഡൗൺ ആയിട്ട് തോന്നാറില്ലേ? നിങ്ങൾ ഒത്തിരി മോട്ടിവേഷണൽ സ്പീച്ച് കേൾക്കുന്നുണ്ടായിരിക്കാം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് തോന്നാതെ ആകെപ്പാടെ മടി പിടിച്ചിരിക്കുന്ന അവസ്ഥകൾ ഒരു പക്ഷെ ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരിക്കൂലേ? അങ്ങനെയുള്ള ഒരു ദിവസങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. നിങ്ങൾ നിങ്ങളുടെ ബോഡീനെ മനസ്സിലാക്കുക. ഇൻ കേസ് ഇഫ് യു ഫീൽ വെരി ടയേർഡ് ആൻഡ് ലൈക്ക് എനർജി ഒട്ടുമില്ലാതെ ഒത്തിരി ലോ എനർജി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കാനായിട്ടും നിങ്ങളെ തന്നെ സ്നേഹിക്കാനായിട്ടും കുറച്ച് സമയം ഒരു റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ടും ശ്രമിക്കുക. നിങ്ങൾക്ക് രാവിലെ കട്ടിലേന്ന് എഴുന്നേൽക്കാനായിട്ട് തോന്നണില്ലേ? ദാറ്റ്സ് ഓൾ റൈറ്റ്. ഇത് എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കുന്നതാണ്. ചില സമയങ്ങളിൽ നമുക്ക് ഒത്തിരി മോട്ടിവേഷൻ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പം ചില സമയത്ത് ഒന്നും ചെയ്യാനായിട്ട് തോന്നണില്ലെങ്കിലും കുറച്ച് സമയം നമുക്ക് നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് ആവശ്യമുള്ള, അപ്പം ആ ഒരു ശരീരത്തിൽ നമ്മൾ സ്നേഹിക്കുക. റെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് റെസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒട്ടും എനർജി വരുന്നില്ലാത്ത സമയത്ത് ചെറിയ കാര്യങ്ങൾ, ഇഷ്ടമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാനായിട്ട് ശ്രമിക്കുക. വലിയൊരു ടാസ്കിലേക്ക് ഒട്ടും എനർജി ഇല്ലാതെ ഒട്ടും മോട്ടിവേഷൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കാതെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് ആ ഒരു എനർജി ലെവലിൽ ബിൽഡപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് യുവർ ബോഡി ആൻഡ് ഗീവ് ലിറ്റിൽ ബിറ്റ് റെസ്റ്റ്. എന്നിട്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്താതിരിക്കുക. ചില സമയത്ത് നിങ്ങൾ ഒരു പക്ഷേ രാവിലെ എഴുന്നേക്കണം, 5:30 എഴുന്നേക്കണം എന്ന് വിചാരിച്ച ഒരു ദിവസമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് എഴുന്നേക്കാനായിട്ട് സാധിച്ചില്ല. ഫീൽ സോ ടയേർഡ്. ഓക്കെ, ഒരു 5 മിനിറ്റിലൂടെ കൂടുതലായിട്ട് റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാനായിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാം, ഓക്കെ, എനിക്ക് നിന്നെ അറിയാം, നിന്റെ ബോഡീനെ എനിക്ക് അറിയാം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഡോണ്ട് വറി. ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ റെസ്റ്റ് എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. കണ്ടിന്യൂസ് ആയിട്ട് മടിയായിട്ടിരിക്കുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്കൊക്കെ ഒരു പക്ഷെ ചിലപ്പോൾ നമുക്ക് ഈവൻ ഫീമെയിൽസിന്റെ കാര്യം എടുത്തു നോക്കണേ, നമ്മുടെ ശരീരത്തിൽ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പം ചില ദിവസങ്ങളിൽ നമുക്ക് ആ ഒരു ഹോർമോണൽ ചേഞ്ചസ് കാരണം നമുക്ക് ശരിക്കും ടയേർഡ്നെസ് അനുഭവിക്കാം. പ്രത്യേകിച്ച് മെൻസ്ട്രേഷൻ ഒക്കെ ഉള്ള സമയങ്ങളിലാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ള ഒരു മൂഡില്ലാതിരിക്കാം, ലോ മൂഡിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ബോഡി ആൻഡ് ഗീവ് റെസ്റ്റ്. അതുപോലെ ബോഡിനെ കുറ്റപ്പെടുത്താതിരിക്കുക. അതുപോലെ നിങ്ങൾ രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരിക്കലും ഡു നോട്ട് ലെറ്റ് ജഡ്ജ്. ലൈക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് വെച്ച് ഒരിക്കലും ജഡ്ജ് ചെയ്യാതിരിക്കുക. കാരണം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നിങ്ങൾ കൂടുതൽ മോട്ടിവേഷനെ കുറിച്ചും പോസിറ്റീവ് തിങ്സുകളെ കുറിച്ചൊക്കെ ആയിരിക്കും എപ്പോഴും കാണുന്നത്. പക്ഷെ എല്ലാവരുടെ ലൈഫുകളിലും ഇങ്ങനെ ഒരു ലോ ടൈമും അതുപോലെ